Hello friends, Technique മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് സാംസങ്ങിന്റെ ഈ വർഷത്തെ ഫ്ലാഗ്ഷിപ്പ് S സീരീസിലെ സ്മാർട്ട് ഫോണാണ് സാംസങ് ഗാലക്സി S22 Plus. അപ്പോൾ സാംസങ് ഈ വർഷം ഇറക്കിയ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസാണ് S സീരീസ് അല്ലെങ്കിൽ S22 സീരീസ്. S22 സീരീസിൽ 3 ഡിവൈസാണ് ഇറക്കിയത്. ഏറ്റവും ബേസ് വേരിയൻ്റ് ആയ സാംസങ് ഗാലക്സി S22, പിന്നെ മിഡിൽ വേരിയൻ്റ് ആയ സാംസങ് ഗാലക്സി S22 Plus, അതാണ് നമ്മുടെ കയ്യിലുള്ളത്. പിന്നെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയ സാംസങ് ഗാലക്സി S22 Ultra ആണ്. അപ്പോൾ അൾട്ര 1 lakh മുകളിൽ വരുന്ന പ്രൈസിംഗ് ആണ്. അതിനകത്ത് ഒരു S Pen എല്ലാം ഉണ്ട്. അപ്പോൾ മിഡിൽ വേരിയൻ്റ് ആണ് S22 Plus. S22 Plusൻ്റെ പ്രൈസിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് 84,999 ആണ്. ഇത്തവണ സ്നാപ്ഡ്രാഗൺ 8 Gen 1 ചിപ്പാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ വിശേഷങ്ങളും നമ്മൾ പറയണം. അതിൻ്റെ പ്രോസസ്സർ, ഇതിൻ്റെ ഡിസ്പ്ലേ, ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ്, ബാറ്ററി ചാർജിങ്, എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ്. അതുകൂടാണ്ട് തന്നെ വളരെ ഷോർട്ടായിട്ട് അൺബോക്സിങ്ങും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഇതാണ് S22 Plusൻ്റെ ബോക്സ് പാക്കേജ്. S22 ബേസ് വേരിയൻ്റ് ആണ്. S22ഉം S22 Plusഉം തമ്മിൽ ചെറിയ ഡിഫറൻസസേ ഉള്ളൂ. ബാറ്ററിയും അതേപോലെ തന്നെ ഡിസ്പ്ലേ സൈസും മാറുന്നുണ്ട്. അപ്പോൾ S22 Plusൻ്റെ പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 84,999 ആണ്. ബേസ് വേരിയൻ്റ്, അതായത് 8 GB റാമും 120 GB സ്റ്റോറേജിന് 84,999 ആണ് ഇതിൻ്റെ പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് 85,000 രൂപ. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. സാംസങ് ഗാലക്സി S22 Plus ചെയ്യണം S സീരീസിൻ്റെ. അപ്പോൾ ഈ S സീരീസിലും ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ചാർജർ ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ സാംസങ് കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷമൊക്കെ ചാർജർ ഒഴിവാക്കിയിരുന്നു. അപ്പോൾ ഇത്തവണത്തെ ബോക്സ് പാക്കേജിലും നമുക്ക് ചാർജർ കിട്ടുന്നില്ല. അപ്പോൾ ഇത് വളരെ സ്ലിം ബോക്സ് പാക്കേജാണ്. അപ്പോൾ ബോക്സിൻ്റെ ബാക്കിൽ കാര്യമായ ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഇല്ല. പ്രൈസിങ് ഞാൻ നേരത്തെ പറഞ്ഞാൽ 84,999 ആണ്. അപ്പോൾ ഇതിൻ്റെ 3 കളേഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് കിട്ടിയിരിക്കുന്നത് ബ്ലാക്ക് കളറാണ്. ഇത് 8 GB റാമും 120 GB സ്റ്റോറേജുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ ക്വിക്കായിട്ട് ബോക്സ് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് ഫോണാണ് മുകളിൽ. ഫോൺ പുറത്തേക്ക് എടുക്കാം. നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത് ഒരു ചെറിയ കേസാണ്. ഇതിനകത്ത് ഒരു സിം ഇജക്റ്റർ പിന്ന് കാണാം. അതേപോലെ തന്നെ നമുക്ക് വളരെ മിനിമലായിട്ട് ഒരു കേബിളും മാത്രമേ ഇൻക്ലൂഡ് ഉള്ളൂ. കണ്ടില്ലേ, ഒരു USB Type-C to Type-C ചാർജിങ് കേബിളും പിന്നെ കുറച്ച് മാനുവൽ സിം ഡീറ്റെയിൽസ് ആണ്. ഇതിനകത്ത് ഡ്യുവൽ സിം കാർഡ് സപ്പോർട്ടാണ് വരുന്നത്. അതേപോലെ നമുക്കിവിടെ സാർ വാല്യൂ ഉണ്ട്. 0.743 ആണ് സാർ വാല്യൂ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു USB Type-C to Type-C ചാർജിങ് കേബിൾ മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് 45 വാട്ട് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. സെപ്പറേറ്റ് അഡാപ്റ്റർ നമ്മൾ മേടിക്കേണ്ടി വരും. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഡിവൈസ് ഒന്ന് നോക്കാം. നമ്മൾ സാംസങ് ഗാലക്സി S22 Plus ബൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇതാണ് സാംസങ് ഗാലക്സി S22 Plus. വളരെ മനോഹരമായ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഒരു ഫിനിഷാണ്. ഇത്തവണ അലുമിനിയം ചാസിയാണ്. ഇത് ആർമർ അലുമിനിയാണ്. വളരെ നല്ല ക്വാളിറ്റി അലുമിനിയം ഗ്രേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ് ആണ്. ഇത് ഗ്ലാസ് ഫിനിഷാണ്. ഗോറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസ് സപ്പോർട്ടാണ്. ഡിസ്പ്ലേയിലും ഗോറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസ് സപ്പോർട്ടാണ്. ഒരു 6.6 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഡിസൈൻ ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ നമുക്ക് താഴെ ഒരു USB Type-C പോർട്ട് കാണാം. സിം കാർഡ് ട്രേ കാണാം. ഇതിനകത്ത് ഡ്യുവൽ സിം കാർഡ് മാത്രമേ ഉള്ളൂ, SD കാർഡ് ഇല്ല. അതേപോലെ സ്പീക്കർ യൂണിറ്റ് കാണാം. പിന്നെ ഇവിടെ നമുക്ക് സൈഡിൽ പവർ ബട്ടണും അതേപോലെ വോളിയം റോക്കർ കീസുമാണ് വരുന്നത്. ഫ്രണ്ടിൽ ഇവിടെ ഒരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. മുകൾ ഭാഗത്ത് ഓപ്പണിങ്സോ സ്ലോട്ട്സോ ഒന്നും തന്നെ ഇല്ല. റിയൽ പോർഷനിൽ വരികയാണെങ്കിൽ നമുക്ക് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ഞാൻ ക്യാമറയെക്കുറിച്ച് വിശദമായി പറയാം. ഒരു LED ഫ്ലാഷ് കാണാം, സാംസങ്ങിൻ്റെ ലോഗോയും കാണാം. അപ്പോൾ നല്ല ഒരു ഇൻഹാൻഡ് ഫീലാണ് കിട്ടുന്നത്. ഇത്രയും മെറ്റൽ ചാസി ആണെങ്കിൽ പോലും ഗ്ലാസ് പ്രൊട്ടക്ഷൻ എല്ലാം കൊടുത്തിട്ടും 198 ഗ്രാംസിലും അത്രയ്ക്ക് ഒരു ഹെവി ഡിവൈസായിട്ട് എനിക്ക് തോന്നുന്നില്ല. വളരെ കോമ്പാക്ട് ഫോം ഫാക്ടറുമാണ് വരുന്നത്. ഒരുപാട് ലാർജും അല്ല, ഒരുപാട് ചെറുതുമല്ല. അപ്പോൾ നല്ലൊരു കൺവീനിയൻ്റ് എന്താ പറയുക ഡിസ്പ്ലേ സൈസാണ് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. ഇനി ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത് 6.6 ഇഞ്ചസ് ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഇത് ഡൈനാമിക് AMOLED ഡിസ്പ്ലേ ആണ്. അതേപോലെ 120 Hz റിഫ്രഷ് റേറ്റും HDR10+ സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. വളരെ ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ ആണ്. അതേപോലെ ടച്ച് റെസ്പോൺസിൻ്റെ കാര്യം പറയുന്നത് വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ടാവുന്നത് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. പിന്നെ ഗോറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസ് സപ്പോർട്ടും ഉണ്ട്. വ്യൂയിങ് ആംഗിൾസ് ആണെങ്കിൽ എക്സലൻ്റ് ആണെന്ന് പറയാം. ഓവറോൾ എനിക്ക് ഡിസ്പ്ലേ ക്വാളിറ്റി വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു ബ്രൈറ്റ് ആൻഡ് വിവിഡ് ക്രിസ്പ് ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കും.
ഇനി സോഫ്റ്റ്വെയറിലേക്ക് പോകാം. സോഫ്റ്റ്വെയറിൽ നമുക്ക് കിട്ടുന്നത് സാംസങ്ങിൻ്റെ വൺ UI ആണ്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നോക്കാം. ഇതല്ലേ വൺ UI 4.1. ഇത് സാംസങ്ങിൻ്റെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ്. ആൻഡ്രോയിഡ് 12 ആണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ഗൂഗിൾ സിസ്റ്റം അപ്ഡേറ്റും ഉണ്ട്. ഫെബ്രുവരിയിലെ പാച്ചും ഇൻക്ലൂഡ് ആണ്. പിന്നെ സോഫ്റ്റ്വെയർ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നോക്ക് സെക്യൂരിറ്റീൻ്റെ, അതേപോലെ എന്താ പറയുക സാംസങ് പേ ആപ്ലിക്കേഷൻ്റെ, NFC ഉണ്ട്, സെക്യൂർ ഫോൾഡർ ഉണ്ട്. അപ്പോൾ സാംസങ്ങിൻ്റെ എല്ലാ സോഫ്റ്റ്വെയർ ട്വീക്സും പാച്ചസും എല്ലാം തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫുൾ ഫ്ലെഡ്ജ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വളരെ സ്മൂത്തായിട്ട് എനിക്ക് തോന്നി. ഡിസ്പ്ലേയിൽ പോയാൽ നമുക്ക് ഐ കംഫർട്ട് മോഡ്, അതേപോലെ മോഷൻ സ്മൂത്ത്നെസ്, അഡാപ്റ്റീവ് സെറ്റ് ചെയ്യാം. അഡാപ്റ്റീവ് എന്ന് പറഞ്ഞാൽ ഓരോ എന്താ പറയുക ആപ്പിൻ്റെ റിഫ്രഷ് റേറ്റ് അനുസരിച്ച് നമുക്ക് അഡാപ്റ്റീവായിട്ട് എന്താ പറയുക ഡിസ്പ്ലേ മാറുന്ന ഒരു ഓപ്ഷനാണ്. അതേപോലെ തന്നെ സ്ക്രീൻ വേണമെങ്കിൽ വിവിഡ് ഓപ്ഷൻ കൊടുക്കാം, നാച്ചുറൽ ഓപ്ഷൻ കൊടുക്കാം, കളേഴ്സ് ചേഞ്ച് ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ട്. പിന്നെ തീം സപ്പോർട്ട് ഉണ്ട്, ലോക്ക് സ്ക്രീൻ എന്താ പറയുക ബയോമെട്രിക്സ് എടുക്കുകയാണെങ്കിൽ ഫേസ് അൺലോക്ക്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ സപ്പോർട്ട് ഉണ്ട്. അതേപോലെ നമുക്ക് ആൻഡ്രോയിഡ് 12 ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ്. ഇവിടെ നമുക്ക് കണ്ടില്ലേ അഡ്വാൻസ് ഫീച്ചേഴ്സ് പോയി കഴിഞ്ഞാൽ കുറച്ച് സാംസങ്ങിൻ്റെ അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് ഉണ്ട്. ലിങ്ക് ടു വിൻഡോസ് ഉണ്ട്, മോഷൻസ് ആൻഡ് ജസ്റ്റേഴ്സ്, 1 ഹാൻഡഡ് മോഡ്, സൈഡ് കീ ഓപ്ഷൻസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. പിന്നെ ജനറൽ നമുക്ക് മാനേജ്മെൻറ്റ് ഓപ്ഷൻസും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വൺ UI 4.1 തരുന്നത്. അതേപോലെ ആൻഡ്രോയിഡ് 12 ഉണ്ട്. വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ്. ഞാൻ ലാഗ്സോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ UI ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പവർ ചെയ്യണത് സ്നാപ്ഡ്രാഗൺ 8 Gen 1 ചിപ്സെറ്റാണ്. അപ്പോൾ ആദ്യമായിട്ടെന്ന് പറയാൻ പറ്റില്ല, ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് സാംസങ്ങിൻ്റെ S സീരീസ് ഡിവൈസ് സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റിൽ പവർ ചെയ്യുന്നത്. കാരണം ജനറലി എക്സിനോസ് ആണ് എല്ലാം പവർ ചെയ്യാറ്. അപ്പോൾ S സീരീസ് ആദ്യമായിട്ട് അല്ലെങ്കിൽ ഒരു ലോങ് പീരീഡ് കഴിഞ്ഞിട്ടാണ് സാംസങ്ങിൻ്റെ എക്സിനോസ് മാറി സ്നാപ്ഡ്രാഗൺ 8 Gen 1 വെച്ച് പവർ ചെയ്യണത്. അപ്പോൾ അതൊരു വെൽക്കം ചേഞ്ചാന്ന് പറയാം. അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. സാധാരണ എക്സിനോസിന് ചില സമയത്ത് ഒരു ഇഷ്യൂസൊക്കെ കാണാറുണ്ട്, പക്ഷേ ഇവിടെ നമുക്ക് നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. അതേപോലെ 8 GB റാമും 128 GB സ്റ്റോറേജുമാണ് എൻ്റെ കയ്യിലുള്ള വേരിയൻറ്റ്. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ വളരെ ഹാപ്പിയാണ് ഞാൻ. നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. ഇനി ഇതിൻ്റെ ക്യാമറയെ കുറിച്ച് പറയുന്നത് നമുക്ക് ക്യാമറ ഇതിനകത്ത് കിട്ടുന്നത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. 50 MP പ്രൈമറി സെൻസറാണ്, f1.8 അപ്പേച്ചറാണ്, ഒരു 10 MP ടെലിഫോട്ടോ ലെൻസാണ്, 3x ഓപ്റ്റിക്കൽ സൂമും. അതേപോലെ നമുക്ക് കിട്ടുന്നത് ഒരു 12 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും. ഇവിടെ നമുക്ക് കിട്ടുന്നത് സെൽഫി ക്യാമറ ഒരു 10 MP സെൽഫി ക്യാമറയാണ്. ഈ ക്യാമറ UI എടുത്താൽ നമുക്ക് ടിപ്പിക്കൽ സാംസങ് ക്യാമറ UI ആണ്. വളരെ ഫാസ്റ്റായ ഒരു UI ആണ്. വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം Ultra HD 60 FPS, അതായത് 4K 60 FPS, 4K 30, Full HD 30 and 60 FPS. പിന്നെ 8K റെക്കോർഡിംഗ് ഉണ്ട്, 8K at 24 FPS സപ്പോർട്ടഡ് ആണ്. പിന്നെ മോറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ മോഡ്സ് ഉണ്ട്. പ്രോ മോഡ്, നൈറ്റ് മോഡ്, പാൻഡ്രോമ, ഹൈപ്പർ ലാപ്സ്, സ്ലോ മോഷൻ, സൂപ്പർ സ്ലോ മോഷൻ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ പോർട്രേറ്റ് മോഡും നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ക്യാമറേൻ്റെ കാര്യമാണെങ്കിൽ നമുക്ക് ടോപ്പ് ഓഫ് ദ ലൈൻ ഹാർഡ്വെയർ ആണ് ക്യാമറയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് വേണം. ഇതെല്ലാം സാംസങ് ഗാലക്സി S22 Plus എന്നെടുത്താണ്. വളരെ നല്ല ക്വാളിറ്റിയാണ് ഓഫർ ചെയ്യുന്നത്. നമ്മൾ കൂടുതൽ ടെസ്റ്റ് ചെയ്താലേ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല, എങ്കിലും നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ വളരെ നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് ഗ്രേഡ് ക്യാമറയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് തീർച്ചയായിട്ടും ഇതിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ക്യാമറ സാമ്പിൾസ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് S22 Plus നടത്തും. വേറൊരു ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ നൈറ്റ് ഫോട്ടോഗ്രാഫിയാണ്. സാംസങ് ഗാലക്സി S22 സീരീസിലെ നൈറ്റ് ഫോട്ടോഗ്രാഫി വളരെയധികം ഇംപ്രൂവ്ഡ് ആണ്. നിങ്ങൾക്കിത് ഇമേജസിൽ കാണാൻ സാധിക്കും. എക്സലൻറ്റ് ക്വാളിറ്റി നൈറ്റ് ഫോട്ടോഗ്രാഫിയാണ് വരുന്നത്. അപ്പോൾ ഓവറോൾ ഇമേജിങ് ക്വാളിറ്റിയിൽ വളരെയധികം ഇംപ്രൂവ്ഡ് ആണ്. അതേപോലെ തന്നെ ടോപ്പ് ഓഫ് ദ ലൈൻ ഒരു ഫ്ലാഗ്ഷിപ്പ് ക്യാമറയ്ക്ക് വേണ്ട എല്ലാ എക്സ്പീരിയൻസും നമുക്ക് സാംസങ് ഗാലക്സി S22 Plus എന്ന് കിട്ടുന്നുണ്ട്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ക്യാമറ റിവ്യൂ അല്ലെങ്കിൽ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ പറയുന്നതാണ്. ഇനി ഇതിനകത്ത് അഡീഷണൽ ഓപ്ഷൻസ് വരുന്നത് സാംസങ്ങിൻ്റെ പേ ആപ്ലിക്കേഷൻ്റെ NFC സപ്പോർട്ട് ഉണ്ട്, IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് വാട്ടർ റെസിസ്റ്റൻറ്റ് ഡിവൈസാണ്. പിന്നെ ഇതിൻ്റെ ബാറ്ററിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 4500 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് 45 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. പക്ഷേ ഫാസ്റ്റ് ചാർജർ ബോക്സിനകത്തില്ല. നമുക്ക് 45 വാട്ട് ചാർജർ നമുക്ക് സെപ്പറേറ്റ് മേടിക്കാവുന്നതാണ്. അത് സാംസങ്ങിൻ്റെ സ്റ്റോറിലോ അല്ലെങ്കിൽ ഓൺലൈൻ വെബ്സൈറ്റ്സിലൊക്കെ അവൈലബിൾ ആണ്. അതേപോലെ വയർലെസ് ചാർജിങ്ങും സപ്പോർട്ടഡ് ആണ്. റിവേഴ്സ് ചാർജിങ്ങും ഉണ്ട്. വയർലെസ് ചാർജിങ് 15 വാട്ടാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ എല്ലാ ചാർജിങ് ഓപ്ഷൻസും ഇൻക്ലൂഡഡ് ആണ്.
4500 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു 1 ഡേക്ക് ഈസിലി ലാസ്റ്റ് ചെയ്യും. കാരണം ഫ്ലാഗ്ഷിപ്പ് ഡിവൈസാണ്, നമുക്ക് ഒരുപാട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഒരു 1 ഡേക്ക് ഈസിലി ലാസ്റ്റ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ എന്താണെങ്കിൽ കൂടുതൽ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ വിശദമായി പറയുന്നതാണ്. അപ്പോൾ ഇതാണ് ബാറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ ഇന്ത്യയിൽ ഇത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇത് കടയിൽ മേടിക്കാൻ കിട്ടും. പ്രീ ഓർഡർ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 8 GB റാമിന് 120 GB സ്റ്റോറേജിന് 84,999 വേറൊരു വേരിയൻറ്റും കൂടെ ഉള്ളതിന് 88,999 വരുന്നത്. അപ്പോൾ 2 വേരിയൻറ്റിലാണ് ഉള്ളത്. കളേഴ്സ് പലത് വരുന്നുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്നത് ബ്ലാക്ക് കളറാണ്, അതായത് ഫാൻറ്റം ബ്ലാക്ക് എന്ന് പറഞ്ഞ കളറാണ്. വളരെ നല്ല ഒരു മനോഹരമായ ഫിനിഷും ഒരു ഇൻ ഹാൻഡ് എക്സ്പീരിയൻസുമാണ് എനിക്ക് ഫീൽ ചെയ്തത്. നല്ല ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ എക്സ്പീരിയൻസ് തന്നെയാണ് ഡെഫിനറ്റ്ലി സാംസങ് ഗാലക്സി S22 Plus ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതായിരുന്നു സാംസങ് ഗാലക്സി S22 Plusൻ്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. നമ്മൾ ക്യാമറ സാമ്പിൾസും ഡീറ്റെയിലായ എല്ലാ കാര്യങ്ങളും പറയേണ്ടത്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്, കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്, ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഓവറോൾ നല്ല ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ എക്സ്പീരിയൻസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ സാംസങ് ഗാലക്സി S22 Plusൻ്റെ അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.